ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ ദോശയാണ് ഉണ്ടാക്കുന്നത്. ദോശയും കടലക്കറിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ചായ വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കാലിന് നല്ല സുഖമില്ലെന്നുള്ള കാര്യം പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഇന്ന് ഡോക്ടറെ വിളിച്ചപ്പോഴത്തേക്ക് ഡോക്ടറുണ്ട്. അപ്പോൾ നമ്മൾ പേര് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡോക്ടറെ അടുത്ത് പോകണം. അപ്പോൾ ഞാനും മോനും കൂടെയാണ് ഡോക്ടറെ അടുത്ത് പോണത്. അപ്പോൾ ചായ തിളച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് കാപ്പിക്കുള്ളത് ഞാൻ പറഞ്ഞില്ലേ, ദോശ ഉണ്ടാക്കുന്നത്. ഇനി കറിയും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അങ്ങനെയുള്ള ജോലികളൊക്കെ രാവിലെ നടക്കുന്നുണ്ട്. പിന്നെ എനിക്ക് അധിക സമയം നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് അനുവാണ് ദോശ ഉണ്ടാക്കാൻ വന്നത്. അനു ദോശ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചായ എടുത്തിട്ട് എല്ലാവർക്കും കൊടുക്കുകയും. അപ്പോൾ നേരത്തെ വീഡിയോയ്ക്ക് ചെറിയൊരു വെളിച്ചക്കുറവുണ്ടായിരുന്നേ. ഇപ്പോൾ വലിയ പ്രശ്നമില്ല. ചില സമയത്ത് വെളിച്ചം ഉണ്ടാകും, അല്ലെങ്കിൽ ചില സമയത്ത് തീരെ വെളിച്ചമില്ലാത്തൊരു അവസ്ഥയാണ്. അങ്ങനെ പിന്നെ കാപ്പൂടിയെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് ഇറങ്ങിയാണ്. ഞങ്ങൾ പോകാൻ ഇറങ്ങിയ സമയത്ത് ഗേറ്റിന് വെളിയിൽ കിടക്കുന്ന ആളെ നിങ്ങൾ ആരെങ്കിലും കണ്ട? ഇവളുടെ പേര് ഉഷ എന്നാണ്. ഇവിടെ നാട്ടുകാരിട്ട പേരാണ് ഉഷയെന്ന്. നമ്മളിവിടെ താമസത്തിന് വരുമ്പോൾ തൊട്ട് നമ്മൾ ആഹാരമൊക്കെ കൊടുക്കും. അതുകൊണ്ട് അവൾ എപ്പോഴും ഈ ഗേറ്റിന് വെളിയിലുണ്ടാവും. പിന്നെ കുറച്ചങ്ങോട്ട് മാറിയിട്ട് ഓരോ വീടുകളിലൊക്കെ പോയിട്ടുള്ള ആഹാരം കഴിക്കും. വീണ്ടും തിരിച്ചു വന്ന് ഇവിടെ കിടക്കും. ഞാൻ നേരത്തെയുള്ള വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതേ ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി പോയിട്ട് വരാം. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നേ. ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറെ കണ്ടിട്ട് തിരിച്ചു പോരുന്ന വഴിക്കാണ് ഈ വീഡിയോ എടുത്തത്. നമ്മൾ വീട്ടിലേക്ക് വരുന്ന വഴിക്കുള്ള റൂട്ടാണേ. നല്ല പച്ചപ്പാർന്ന സ്ഥലങ്ങളായതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല പച്ചപ്പുള്ള സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ല ഇഷ്ടം തോന്നത്തില്ലേ? അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. പിന്നെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടറെ കണ്ട് പിന്നെ കുറച്ച് മെഡിസിനൊക്കെ കുറിച്ച് തന്നിട്ട് അതൊക്കെ വാങ്ങിച്ച് കാലിൽ പുരട്ടാൻ ഓയിൽമെൻറ്റ്, പിന്നെ കാലിന് റെസ്റ്റ് എടുക്കാനാണ് ഡോക്ടർ മെയിനായിട്ടും പറഞ്ഞത്. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇനി പോകണം ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ വീട്ടിൽ വന്നു. അപ്പോൾ അനു കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോരുന്ന വഴിക്ക് കുറച്ച് പച്ചക്കറി വാങ്ങിയിട്ടാണ് വന്നത്. അപ്പോൾ കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ ചെയ്യാൻ വേണ്ടി ഒന്ന് സഹായിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മ എവിടെയെങ്കിലും ഇരുന്നു, അമ്മ ചെയ്യണ്ട. പിന്നെ ഞാൻ സ്റ്റൂൾ ഇട്ടിട്ട് അവിടെ ഒരു സ്ഥലത്ത് ഇരുന്നിട്ടാണ് പിന്നെ അവരെ അരിയാനുള്ളതും ഒക്കെ ചെയ്തു കൊടുത്തത്. അതുപോലെ തന്നെ വീഡിയോ കാണുന്നവർ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടെ തന്നേക്കണേ. ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ നോക്കണേ. പിന്നെ കുറച്ച് സമയം ഞാനവിടെ സ്റ്റൂൾ എടുത്തിട്ട് ഇരുന്ന് കേട്ടോ. ഒരുപാട് സമയമൊന്നും നിന്ന് കഴിഞ്ഞാൽ എനിക്ക് കാലിന് ഉപ്പൂറ്റിക്കാണ് മെയിനായിട്ടും വേദനയുള്ളത്. കൂടുതൽ സമയം നിന്ന് കഴിഞ്ഞാലാണ് വേദന കൂടുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം ഞാനവിടെ നിന്നിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ട് തേങ്ങ അരച്ചിട്ട് പൊരിക്കാൻ വേണ്ടിയിട്ടാണ് ആ തേങ്ങ ഒതുക്കിയെടുത്തത്. അപ്പോൾ എന്തൊക്കെയാണ് അതിൽ ചേർക്കേണ്ടതെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. അതൊന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട്. ഇനി മുട്ടയും കൂടെ പൊട്ടിച്ച് ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയത് പൊരിച്ചെടുത്താൽ മതി. അപ്പോൾ ഇവിടെ ചെമ്മിക്കറിയായിരുന്നു. ചെമ്മിക്കറി കൂട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതൊന്ന് തിളച്ച് പറ്റി കിട്ടണം. അപ്പോൾ കറി അവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ആനും ഇവിടെ മുട്ടയും കൂടെ പൊരിക്കുന്നുണ്ട്. എന്നിട്ട് വേണം ചോറ് കഴിക്കാൻ. കറി ഇവിടെ തിളച്ച് പറ്റി വന്നിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ ഊണെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ലായിരുന്നു. പിന്നെ അതിന് ശേഷം പൈനാപ്പിൾ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ മോന് പൈനാപ്പിൾ ജ്യൂസ് വേണമെന്ന് പറഞ്ഞിട്ട് ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ജ്യൂസ് കൊണ്ടുപോയി കൊടുത്ത് പിന്നെ വൈകുന്നേരം മക്കൾക്ക് രണ്ടുപേർക്കും കൂടെ
പാർലറിലൊന്ന് പോകണമായിരുന്നു ത്രെഡ് ചെയ്യാനായിട്ട്. അപ്പോൾ വണ്ടി ഓടിക്കാനായിട്ട് ഈ വാതിക്കലെ റോഡേ മാത്രമേ രണ്ടുപേരും ഓടിക്കുകയുള്ളൂ കേട്ടോ, അല്ലാതെ ദൂരത്തേക്കൊന്നും ഓടിച്ച് അങ്ങനെ പരിചയമില്ല. അത് കാരണം ഒരാൾ ആദ്യം കൊണ്ടുപോയി വിട്ടിട്ട് അവരെ എന്നിട്ട് അടുത്ത ആളിനെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് മോളെയും കൂട്ടി മോൻ ആദ്യം പുറത്തേക്ക് ഇറങ്ങിയതാണ്. രണ്ടുപേർക്ക് സൈക്കിളിൽ പോകാനും കഴിയില്ല. പിന്നെ രണ്ടുപേരും കൂടെ അന്ന് വണ്ടി എടുത്ത് പോകാൻ ഇങ്ങനെ പറഞ്ഞപ്പം റോഡിലേക്ക് ഇറങ്ങിയാലും ക്രോസ് കടന്ന് വേണം അങ്ങോട്ട് പോകാൻ. അത് രണ്ടുപേർക്ക് നല്ല പരിചയമില്ല. ഈ വാതിക്കലുള്ള റോഡ് രണ്ടുപേരും ഓടിച്ചൊക്കെ നോക്കും, പക്ഷേ പുറത്തേക്ക് പോകാനായിട്ട് നല്ല പ്രാക്ടീസ് ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ വണ്ടി ഓടിച്ച് പോയി എന്നൊക്കെ രണ്ടുപേരും കൂടെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ മോൾ അവിടെ കൊണ്ടാക്കിയിട്ട് മോൻ പിന്നെ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. തിരിച്ചു വന്നപ്പോഴത്തേക്ക് അനുവിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കയറിയാണ് പോകാനായിട്ട്. പിന്നെ കഴിയുമ്പോൾ രണ്ടുപേർക്കും കൂടെ ഇങ്ങോട്ട് നടന്നു വരാനുള്ള ദൂരമേ ഉള്ളൂ. അങ്ങനെ അതൊക്കെ പറഞ്ഞിട്ട് അവരെ പറഞ്ഞു വിട്ട് ഞാൻ പിന്നെ ഗേറ്റ് ഓടിച്ചിട്ട് അകത്തേക്ക് പോകുന്നു. പിന്നെ എനിക്ക് അടുത്ത ജോലിയുള്ളതെന്ന് വെച്ചാൽ വിളക്ക് തേക്കാനുണ്ടായിരുന്നേ. അപ്പോൾ വിളക്ക് തേക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ സ്റ്റൂൾ ഇട്ടുണ്ട് ഇരുന്നുകൊണ്ട് തേക്കാമെന്ന് വിചാരിച്ചേ. കാര്യം അധികം എനിക്ക് നിൽക്കാൻ പറ്റിയല്ലോ. അപ്പോൾ ഞാൻ ഓർത്ത് അന്നേരം സ്റ്റൂൾ ഇട്ടിട്ട് അവിടെ ഇരുന്നാണ് തേക്കണമെങ്കിൽ പിന്നെ അത്രയും പ്രയാസമില്ലല്ലോ. അങ്ങനെ അത് തേച്ചുകൊണ്ടിരിക്കുകയാണേ. അപ്പം ഞാനത് തേച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം പിന്നെ കുറച്ച് മധുരക്കിഴങ്ങുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് കാപ്പിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് വൃത്തിയാക്കി ഒന്ന് അരിഞ്ഞൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാനിത് ഉപ്പ് വെള്ളമൊക്കെ തളിച്ചിട്ട് ആവിയിലാണ് വേവിച്ചെടുക്കാൻ പോണത്. അതിനൊരു സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ മധുരക്കിഴങ്ങ് നമുക്ക് വെന്തോന്ന് നോക്കാം. വെന്ത് കിട്ടിയിട്ടുണ്ടേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ കൂട്ടുകാരെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.